അടൂർ താലൂക്കിൽ കടമ്പനാടിനും ഏഴംകുളം ഗ്രാമപഞ്ചായത്തിനും അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ് ദേശക്കല്ലുമൂട്. ഈ ഗ്രാമത്തിന്റെ ചരിത്രവും സംസ്കാരവും പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അവിടെയുള്ള പഴമയേറിയ ആൽത്തറയും ദേശക്കല്ലുമാണ്. മണ്ണടി ഭഗവതിയുടെ തിരുമുടി എഴുന്നള്ളിച്ച് വിശ്രമിച്ചിരുന്ന സ്ഥലമാണ് ഈ ആൽത്തറ. വർഷങ്ങളായി നാട്ടുകാർ ഇവിടെ ഒത്തുകൂടി വിളക്ക് തെളിയിക്കുകയും പറയിടൽ ഉൾപ്പെടെയുള്ള ആചാരങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ദേശക്കല്ലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രദേശത്തിന് ദേശക്കല്ലുമൂട് എന്ന പേര് ലഭിച്ചത്. സമീപകാലം വരെ പ്രദേശവാസികൾ ചേർന്ന് ആൽത്തറ വൃത്തിയാക്കുകയും സമീപത്തെ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം പോലുള്ള അവസരങ്ങളിൽ ഇവിടെ വിളക്ക് തെളിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ചില തൽപര കക്ഷികൾ ഇത് തടസ്സപ്പെടുത്തി അവിടെ വിളക്ക് കത്തിക്കരുതെന്നും മറ്റും പറഞ്ഞ് മതീതത്വം അഭിനയിക്കുന്ന ഹിന്ദുക്കൾ തന്നെ ക്രിസ്തുമസിനെ അവിടെ സ്റ്റാർ സ്ഥാപിക്കുകയും മറ്റും ചെയ്തതിന്റെ ഫലമായി ഇത് സംരക്ഷിച്ചു വന്നിരുന്നവർ പിന്മാറുകയും ചെയ്തു. അതോടെ ഈ ആചാരങ്ങൾ നിലച്ചു. അതിനുശേഷം ആൽത്തറ വേണ്ട വിധം സംരക്ഷിക്കപ്പെടുന്നില്ല. ഇതിനിടെ പഞ്ചായത്ത് വികസന പദ്ധതിയുടെ ഭാഗമായി ആൽത്തറയുടെ രൂപത്തിൽ മാറ്റം വരുത്തുകയോ സ്ഥലം പുനഃക്രമീകരിക്കുകയോ ചെയ്യുമെന്ന ആശങ്കയും ഒരു വിഭാഗം നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. ഇതിനെതിരെ അവർ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആൽത്തറയും പാരമ്പര്യ ആചാരങ്ങളും സംരക്ഷിക്കപ്പെടാതിരുന്നതിനു ശേഷം പ്രദേശത്ത് ദുരിതങ്ങളും അനിഷ്ട സംഭവങ്ങളും വർദ്ധിച്ചുവെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. വികസനം വേണമെന്നാൽ അതിന്റെ പേരിൽ നൂറ്റാണ്ടുകളുടെ പൈതൃകവും സാംസ്കാരിക അടയാളങ്ങളും ഇല്ലാതാക്കരുത്. ചരിത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായി നിലനിൽക്കുന്ന ഈ ആൽത്തറയും ദേശക്കല്ലും സംരക്ഷിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണം. മറുവശത്ത് പൊതുവികസന പദ്ധതികൾ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ആൽത്തറയുടെ മാത്രം വിഷയമല്ല. പൈതൃകം സംരക്ഷിക്കണോ, വികസനത്തിന് മുൻഗണന നൽകണോ, അതോ രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന വലിയ ചോദ്യമാണ് ഈ സംഭവം ഉയർത്തുന്നത്. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ഇത്തരം സംസ്കാരങ്ങളും ആചാര കേന്ദ്രങ്ങളും സംരക്ഷിക്കുമ്പോൾ വികസനവും പൈതൃകവും ഒരുപോലെ പരിഗണിക്കുന്ന സമീപനമാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത്. ഹിന്ദു രക്ഷാ മമ ദീക്ഷാ